ഡിയർ സ്റ്റുഡൻസ്, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചില എക്സാമ്പിൾസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇനി പേജ് 52 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters and another side is 1/2 meter. Calculate the perimeter correct to a centimeter. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒന്നും തന്നിട്ടുണ്ട്. നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം തേർഡ് സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം, കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 meters, 1.5 meters ആൻഡ് വൺ ഓഫ് ദ സൈഡ്സ് ഈസ് 1/2 meter. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഹാഫ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തണം, തേർഡ് സൈഡ്. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC ആണെന്ന് വിചാരിക്കുക. അപ്പോൾ AB നമ്മൾ കണ്ടെത്തണം. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് AB² ഈസ് ഈക്വൽ ടു AC² മൈനസ് BC². AC² എന്ന് പറഞ്ഞാൽ 1.5ൻ്റെ സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിലും കാണാം. ഒന്ന്, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് x² മൈനസ് y² ഈസ് ഈക്വൽ ടു x+y ഇൻറ്റു x മൈനസ് y എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 1.5നെ എക്സും ഹാഫിനെ വൈയുമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ x+y എന്ന് പറഞ്ഞാൽ 1.5 പ്ലസ് ഹാഫ് ആണ്. 1.5 പ്ലസ് ഹാഫ് ഇൻറ്റു x മൈനസ് y മീൻസ് 1.5 മൈനസ് ഹാഫ്. ഓക്കെ, അപ്പോൾ x+yക്ക് പകരം 1.5 പ്ലസ് ഹാഫും x മൈനസ് yക്ക് പകരം 1.5 മൈനസ് ഹാഫും ഉപയോഗിക്കാം. 1.5 പ്ലസ് ഹാഫ് ഈസ് ഈക്വൽ ടു 2. 1.5 മൈനസ് ഹാഫ് ഈസ് 1. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് വരും. 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ AB² 2 ആണെങ്കിൽ AB ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. അങ്ങനെ ഈ സൈഡിലെ ലെങ്ത്ത് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് √2. ഓക്കെ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ പെരിമീറ്റർ is equal to, you know that perimeter is a sum of the measures of 3 sides. So 1.5 plus half plus √2 note. So 1.5 plus half is 2, 2 plus √2, 2 plus √2, and that is equal to 2 plus √2 value, approximate value എന്താണ് 1.414. So that's equal to 2 plus 1 3, 3.414 എന്ന് കിട്ടും. 3.414 കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇങ്ങനെ 3 ഡെസിമൽ പ്ലേസസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കറക്റ്റ് ടു മില്ലിമീറ്റർ. ഓക്കെ, 2 ഡെസിമൽ പ്ലേസസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കറക്റ്റ് ടു സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കറക്റ്റ് ടു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് 3.41 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് പെരിമീറ്റർ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ 1, പേജ് 52. പേജ് 52 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിപ്പോൾ കണ്ടത്. പേജ് 52 ക്വസ്റ്റ്യൻ 1. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പിക്ചർ ഷോസ് an equilateral triangle cut into halves by a line through vertex. What is the perimeter of a part? Okay, how much less than the perimeter of the whole triangle is this? ഒരു equilateral triangle അതിൻ്റെ ഒരു വെർട്ടെക്സിലൂടെ കട്ട് ചെയ്തിട്ട് 2 ഹാഫാക്കി മാറ്റി. ഒരു ഹാഫിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ പെരിമീറ്റർ ആ ട്രയാങ്കിളിൻ്റെ
ടോട്ടൽ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണ്, ഇത്രമാത്രം കുറവാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് തന്നിരിക്കുന്നത് 2 മീറ്ററാണ്. ഇറ്റ്സ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതിലെ ഒരു വെർട്ടെക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നേരെ പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് ഇതിനെ 2 ഹാഫാക്കി മാറ്റുന്നു. ഇത് 2 മീറ്റർ, ഇവിടെയും 2 മീറ്റർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് 30 ആയി മാറും. ഇവിടെ ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് 30 ആൻഡ് ദിസ് ആംഗിൾ ഈസ് 60. ഇതുപോലെ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 90 ഡിഗ്രിയും ആംഗിൾസ് ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ മറ്റ് 2 സൈഡ്സ് എത്രയായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 30ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഇതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും, 2ൻ്റെ ഹാഫ്. സോ ദിസ് വിൽ ബി 1. അതേപോലെ തന്നെ ഇവിടെയും 1 ആയിരിക്കും. ഓക്കെ, തേർഡ് സൈഡ് എന്തായിരിക്കും, √3 ആയിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്താണ്, √3 ആണ്. അപ്പോൾ ഈ ഹാഫിൻ്റെ പെരിമീറ്റർ എത്ര, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഓഫ് half of the triangle, perimeter of half of the triangle, ഏത് triangle, given triangle. ഓക്കെ, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹാഫ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതാണ്, അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 1 + 2 1 + 2 + √3 ആണ്. ഓക്കെ, 1 + 2 is 3, 3 + √3, 3 + √3 എന്നാണ്. വേണമെങ്കിൽ 3ൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും അങ്ങോട്ട് കൂടുതൽ ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്യാൻ അവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ദിസ് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഹാഫ് ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിലെ പെരിമീറ്ററാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആകെ ട്രയാങ്കിൾ, അതായത് വലിയ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗിവൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 2 + 2 + 2. അപ്പോൾ എത്രയായി, 6 ആയി. ഓക്കെ, 2 + 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6, അല്ലെങ്കിൽ 3 × 2 എന്നും പറയാം. ഓക്കെ, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ഓരോ സൈഡും 2 മീറ്ററാണ്. ദർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, അല്ലെങ്കിൽ ഈ ചെറുതിൻ്റെ പെരിമീറ്റർ വലിയതിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണ്. അപ്പോൾ കുറവ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണണം. സോ ദ ഡിഫറൻസ് ഈസ്, ഇവിടെ ഡിഫറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ്. ഓക്കെ, പെരിമീറ്റേഴ്സിലുള്ള ഡിഫറൻസ്. അപ്പോൾ വലിയതിൻ്റെ പെരിമീറ്റർ 6 മൈനസ് അതിൽ നിന്ന് കുറയ്ക്കുക ഏത്, ചെറുതിൻ്റെ പെരിമീറ്റർ എത്ര, 3 + √3 ആണ്. അപ്പോൾ 3 + √3 എന്നുള്ള ഒരുമിച്ചാണ്. സോ ദാറ്റ് ഷുഡ് ബി പുട്ട് ഇൻ ദ ബ്രാക്കറ്റിൽ ഇത്. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ 6 ഇങ്ങനെ വരും. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, ഒരു ബ്രാക്കറ്റിൻ്റെ മുമ്പിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവൊക്കെ നെഗറ്റീവൊക്കെ പോസിറ്റീവായി മാറും നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് -3 ആവും, ഇത് -√3 ആവും. സോ -3 -√3. അപ്പോൾ 6 - 3 എന്നുള്ളത് 3 ആവും, 3 - √3 എന്ന് കിട്ടും. സോ 3 - √3 ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇത്രയും എന്തുണ്ട്, കുറവുണ്ടെന്ന് മനസ്സിലാക്കുക. പെരിമീറ്ററിലുള്ള കുറവ് ഇത്രയാണ്, 3 - √3 ആണ്. വേണമെങ്കിൽ നമുക്കതിനെ കുറച്ചും കൂടെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് √3 = 1.732. അപ്പോൾ 3യിൽ നിന്ന് എന്ത് ചെയ്യാം, 1.73 കുറയ്ക്കുക. അപ്പോൾ 3യിൽ നിന്ന് 1.732 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ നേരെ പോയിൻ്റ് ഇട്ടിട്ട് ഇതിൻ്റെ മേലൊക്കെ 0 എഴുതാം, 0 എന്നിട്ട് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 8, ഇവിടെ 6, ഇവിടെ 2, ഇവിടെ 1 എന്ന് കിട്ടും.
ഓക്കെ. 10 minus 2 8, 9 minus 3 6, 9 minus 7 2. ഇവിടെ 1 ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ 2 minus 1 is equal to 1, 1.268 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1.268. Okay, so the perimeter of the half of the triangle is 1.268 centimeters. Centimeter ആണോ മീറ്റർ ആണോ? മീറ്റർ. മീറ്റർ ലെസ് ദാൻ the perimeter of the equilateral triangle എന്ന് പറയാം. ഓക്കെ, so perimeter of half of the triangle is 1.268 meter less than the perimeter of equilateral triangle. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറുമായി. ഇപ്പോൾ 2 പാർട്സ് ആയിരുന്നു അവിടെ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ പാർട്ട്? ഒരു പാർട്ടിൻ്റെ പെരിമീറ്റർ എത്ര എന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് രണ്ടാമത്തത്. ഇനി ആദ്യത്തതിൻ്റെ പെരിമീറ്റർ മറ്റേതിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര ലെസ്സാണ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 and 2. അപ്പോൾ 1ൻ്റെ ആൻസർ പെരിമീറ്റർ, രണ്ടാമത്തതിൻ്റെ ആൻസർ ദ ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻ 2 പേജ് 52 സെക്കൻഡ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. Third question, calculate the perimeter of the triangle shown below. താഴെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും 2 ആംഗിൾസും തന്നിട്ടുണ്ട്. This is a triangle. One side is given to be 2 meter. ഒരു ആംഗിൾ 30 ഡിഗ്രി എന്നും മറ്റേ ആംഗിൾ 105 എന്നും തന്നിട്ടുണ്ട്. ദിസ് ഈസ് 30, ദിസ് ഈസ് 105. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണണം. 3 സൈഡ്സിൻ്റെ ലെങ്ത്ത് കാണുന്നു. എന്നിട്ട് ആ ലെങ്ത്തുകളെല്ലാം ആഡ് ചെയ്യുന്നു. ദെൻ വിൽ ഗെറ്റ് പെരിമീറ്റർ. അപ്പോൾ ഇവിടെ തേർഡ് ആംഗിൾ എത്രയാണെന്ന് കാണാം. 30 പ്ലസ് 105 ഈസ് ഈക്വൽ ടു 135. ആ 135 നമ്മൾ 180യിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 45. ഓക്കെ, സോ ദിസ് ആംഗിൾ ഈസ് 45 എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംഗിളിൻ്റെ മെഷർ നമുക്ക് കിട്ടി 45. ഇനി നമ്മൾ എങ്ങനെ ഇതിൻ്റെ പെരിമീറ്റർ കാണുന്നു എന്ന് ചോദിച്ചാൽ, ഈ ആംഗിൾ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും. വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ലൈനായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടും നോക്കാം. അപ്പോൾ ഇത് 90 ആണ്, ഇത് 90 ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് 30 പ്ലസ് 90 120. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായി മാറും? 60 ആയി മാറും. ഓക്കെ, അതേപോലെ ഇത് 90, ഇത് 45 ആണ്. ഇപ്പുറമുള്ള 45 ആവും. അപ്പോൾ 45 പ്ലസ് 60 എന്ന് പറയുന്നത് എന്താണ്? 105 ആണ്. അപ്പോൾ 105നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് 60 ആയി മാറും, ഇത് 45 ആയി മാറും. ഓക്കെ, അപ്പോൾ 45 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 105 അങ്ങനെ കിട്ടുന്നു. 60 പ്ലസ് 30 പ്ലസ് 90 180. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിന് സമയം 180 ആണ് നമുക്കറിയാം. 45 45 90. ഓക്കെ, അപ്പോൾ എല്ലാ മെഷേഴ്സും
കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണെങ്കിൽ ഈ സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ സൈഡ് ഈ ലെങ്ത്ത് മനസ്സിലാക്കണം, ഈ ലെങ്ത്തും മനസ്സിലാക്കണം. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് കിട്ടാതെ നമുക്ക് മറ്റത് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതും കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ 30, 90, 60 30, 60, 90. അപ്പോൾ ഇത് 2 ആണെങ്കിൽ 30ക്ക് എതിരെയുള്ളത് 1 ആയിരിക്കും. അപ്പോൾ ഇത് 60ക്ക് എതിരെയുള്ളത് എന്തായിരിക്കും? √3 ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത്ത് 1 മീറ്റർ എന്ന് കിട്ടുന്നു. 1 മീറ്റർ, ഈ ലെങ്ത്ത് 1 മീറ്റർ. ഓക്കെ, ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? √3 മീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 45, 45, 90. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് 45, 45 ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് 45, ദിസ് ഈസ് 45. അപ്പോൾ ഇത് 1 മീറ്റർ ആയതുകൊണ്ട് ഇതും എന്ത് തന്നെ ആയിരിക്കും? 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ 1 മീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 ഉം 1 ഉം ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത് √2 മീറ്റർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 1 മീറ്റർ, ഇവിടെ നിങ്ങളുള്ളത് 1 മീറ്റർ ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായി മാറും? √2 ആകും. സോ ദാറ്റ് ഈസ് √2. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഇപ്പോൾ നമുക്ക് കിട്ടി. ഈ ലെങ്ത് 2 മീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് √3 മീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ, ഇത് √2 മീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? വിൽ ഗെറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, സോ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് √3 plus 1 plus 2 plus √3. Sorry, √2. Okay, √3 plus 1 plus 2 plus √3. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 1 plus 2 എന്നുള്ളത് 3 ആവും. √3 plus √2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 plus √3 plus √2. 1 plus 2, 3, √3, then √2. ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് വാല്യൂസും കാണാം. √3ൻ്റെ വാല്യൂ 1.732 ആണ് നമ്മൾ എടുക്കാറ്. √2ൻ്റെത് 1.414 ആണ്. ഇതിൻ്റെ കൂടെ 3യും കൂടെ ആഡ് ചെയ്യാം. സോ ഹിയർ 6, 4, 11, then 5 plus 1 is 6 എന്ന് കിട്ടും. ഓക്കെ, 6, 4, 11, 5 plus 1, 6. So that's equal to 6.146 meter. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ട്രയാങ്കിളിലെ പെരിമീറ്റർ കിട്ടി. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ശരിക്ക് മനസ്സിലാക്കുക. ഓക്കെ, then we can move to fourth question. We have seen how we can draw a series of right triangles as in the picture. ഈ പിക്ചറിൽ കൊടുത്തതുപോലെ എ സീരീസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്, ഒന്നിനെ കണക്ട് ചെയ്ത് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ, ആ രീതിയിൽ കുറേ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ഡ്രോൺ ലൈക്ക് ദിസ്. ഇങ്ങനെ വരച്ച് പോയാൽ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്തെല്ലാം ആയിരിക്കുമെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ 9th ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ
ഒമ്പതാമത്തെ ട്രയാങ്കിളിലെ പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. Then how do we write in algebra the difference in perimeters of the nth triangle and that of the triangle just before it? അങ്ങനെയാണെങ്കിൽ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് nth ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും അതിന് തൊട്ട് മുമ്പുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് ചോദ്യം. ഇങ്ങനെ 3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ 1 മീറ്റർ 1 മീറ്റർ എന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് വരച്ചു. ഈ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് 1 മീറ്റർ, ഇത് 90 ആയിരിക്കണം ഈ ആംഗിൾ. നമ്മളിങ്ങനെ വരയ്ക്കുന്നു. സോ വി ഗോട്ട് അനദർ റൈറ്റ് ട്രയാങ്കിൾ. ഈ ഹൈപ്പോട്ടന്യൂസിന് പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രിയിൽ 1 മീറ്റർ വീണ്ടും വരയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് വീണ്ടും 1 മീറ്റർ വരയ്ക്കുന്നു. ദിസ് ഈസ് 1 മീറ്റർ. ഇങ്ങനെ സീരീസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മെഷേഴ്സ് ഏതെല്ലാമാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ 1ഉം 1ഉം വന്നാൽ ഇത് √2 ആയിരിക്കുന്നു. √2ഉം 1ഉം വന്നു കഴിഞ്ഞാൽ √3 കിട്ടുമെന്നും √3ഉം 1ഉം ആണെങ്കിൽ √4, അതായത് ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടുമെന്നും √4ഉം √1ഉം വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ബി √5 എന്നും നമുക്ക് അറിയാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? √2 ആണ്. രണ്ടാമത്തിൻ്റെ √3 ആണ്. മൂന്നാമത്തിൻ്റെ √4 ആണ്. നാലാമത്തിൻ്റെ √5 ആണ്. അങ്ങനെയാണെങ്കിൽ 10ാമത്തതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √11 ആയിരിക്കും. √11 ഒരു സൈഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. തൊട്ട് ഇവിടെ ഉള്ളതോ √10 ആയിരിക്കും. കാരണം ഇവിടെ √5 വരുമ്പോൾ ഇവിടെ എത്രയാണ്? √4 ആണ്. ഇവിടെ √4 വരുമ്പോൾ ഇവിടെ √3 ആണ്. ഓക്കെ, അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √11 ആയിരിക്കും. ഒരു സൈഡ് 1 ആയിരിക്കും, മറ്റേ സൈഡ് √10 ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ഡ്രോൺ ലൈക്ക് ദിസ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ ആർ √11, √10 ആൻഡ് 1 മീറ്റർ ആയിരിക്കും. രണ്ടാമത്, ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ 9th ട്രയാങ്കിൾ? 10th ട്രയാങ്കിളിലെ പെരിമീറ്റർ 9th ട്രയാങ്കിളിലെ പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ് of 10th triangle and 9th triangle. 10th triangle 9th triangle തമ്മിലുള്ള ഇതിൻ്റെ രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പോൾ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമ്മൾ ആദ്യം എഴുതുന്നു. ദാറ്റ് ഈസ് √11 പ്ലസ് √10 പ്ലസ് 1. ഇത്രയുമാണെന്തെന്ന് 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മെഷേഴ്സിൻ്റെ സം, ദാറ്റ് ഈസ് പെരിമീറ്റർ. അതിൽ നിന്നും 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ സം, അതായത് പെരിമീറ്റർ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 9th ട്രയാങ്കിൾ ആകുമ്പം അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √10 ആയിരിക്കും. മറ്റ് രണ്ട് സൈഡ്സ് ഒന്ന് 1ഉം മറ്റേത് √9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ √10 പ്ലസ് √9 പ്ലസ് 1 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ അങ്ങനെ തന്നെ എഴുതാം. സെക്കൻഡ് ബ്രാക്കറ്റിലുള്ളത് ഇവിടെ മൈനസ് വന്നുകൊണ്ട് -√10 -√9 -1 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ √11 ഉണ്ട്, ഇവിടെ √11 ഒന്നുമില്ല. അപ്പോൾ വി ക്യാൻ റൈറ്റ് വാട്ട് √11. പിന്നെ ഇവിടെ √10 ഉണ്ട്, ഇവിടെ √10 ഉണ്ട്, പക്ഷേ ഇത് വിൽ ബി -√10 ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ √10 -√10 അതെന്തായി? 0 ആയി. പിന്നെ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് ആയതുകൊണ്ട്
1 മൈനസ് 1 അതും 0 ആയി. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുന്നത്, അപ്പോൾ ഈ റൂട്ട് 10 പോയി, ഈ 1 പോയി, പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാകുന്ന റൂട്ട് 9 ആണ്. ഈ റൂട്ട് 9 ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് റൂട്ട് 9 എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് 11 മൈനസ് റൂട്ട് 9 എന്നാവും. ഓക്കെ, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ദിസ് ഈസ് റൂട്ട് 11 പ്ലസ് റൂട്ട് 10 പ്ലസ് 1 മൈനസ് റൂട്ട് 10 മൈനസ് റൂട്ട് 9 മൈനസ് 1 എന്നാണ്. അപ്പോൾ ഈ 1ഉം മൈനസ് 1ഉം കൂടെ 0 ആയി. ഈ മൈനസ് റൂട്ട് 10ഉം പ്ലസ് റൂട്ട് 10ഉം കൂടെ 0 ആയി. പിന്നെ റൂട്ട് 11 റൂട്ട് 9 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് റൂട്ട് 11 മൈനസ് റൂട്ട് 9 എന്ന് പറയാൻ കാരണം. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇനി റൂട്ട് 11ൻ്റെ വാല്യൂ റൂട്ട് 9ൻ്റെ വാല്യൂ ഒന്നും എഴുതി ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇനി അതിൽ മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. ഹൗ ഡു വി റൈറ്റ് ഇൻ ആൾജിബ്ര ദി ഡിഫറൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഇൻ nth ട്രയാങ്കിൾ ആൻഡ് ദാറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ജസ്റ്റ് ബിഫോർ ഇറ്റ്. ഓക്കെ, nth ട്രയാങ്കിളും അതിന് തൊട്ട് മുമ്പുള്ള ട്രയാങ്കിളും ഇത് രണ്ടും തമ്മിലുള്ള പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 10ാമത്തെ ട്രയാങ്കിളും 9ാമത്തെ ട്രയാങ്കിളും തമ്മിലുള്ള ഇവയുടെ രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 10ാമത്തതുമായി ഇതിന് രണ്ടിനും എങ്ങനെ ബന്ധമുണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, 10 പ്ലസ് 1 ആണെന്ത് 11, 10 മൈനസ് 1 ആണ് 9. ഓക്കെ, 10 പ്ലസ് 1 ഇവിടെ 10 മൈനസ് 1. അപ്പോൾ റൂട്ട് ഓഫ്, ഇപ്പോൾ 10ാമത്തെ ട്രയാങ്കിളും 9ാമത്തെ ട്രയാങ്കിളും ഇവ രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 1 11ഉം 10 മൈനസ് 1 9 എടുത്തു കഴിഞ്ഞാൽ റൂട്ട് 11 മൈനസ് റൂട്ട് 9 ആണ്. ഇപ്പോൾ 5ാമത്തെ ട്രയാങ്കിളുടെ പെരിമീറ്ററും അതിന് തൊട്ട് താഴെയുള്ള 4ാമത്തെ ട്രയാങ്കിളുടെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്, പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 പ്ലസ് 1 6 എടുക്കുക, 5 മൈനസ് 1 4 എടുക്കുക. ഓക്കെ, അപ്പോൾ റൂട്ട് 6 മൈനസ് റൂട്ട് 4 അതായിരിക്കും എന്ത്, അവ രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ nth ട്രയാങ്കിളും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ട്രയാങ്കിളും ഇവ രണ്ടും തമ്മിലുള്ള രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ n പ്ലസ് 1 n മൈനസ് 1 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൂട്ടിൽ n പ്ലസ് 1 വരും, രണ്ടാമത്തേതിൽ n മൈനസ് 1ഉം വരും. അപ്പോൾ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതാം എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസറാണ് എന്തെന്ന്, ദ ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ് ഈസ് nth ട്രയാങ്കിളും n മൈനസ് 1 ട്രയാങ്കിളും തമ്മിലുള്ള പെരിമീറ്റേഴ്സിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ് ഓഫ് nth ട്രയാങ്കിൾ ആൻഡ് തൊട്ട് താഴെയുള്ള ട്രയാങ്കിൾ. ഇപ്പോൾ 10ാമത്തെ ട്രയാങ്കിൾ തൊട്ട് താഴെ എന്താണ് 9 ആണ്, 10 മൈനസ് 1 ആണ്. അപ്പോൾ nth ട്രയാങ്കിളിൽ തൊട്ട് മുമ്പുള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ n മൈനസ് 1. ഓക്കെ, n മൈനസ് 1 ട്രയാങ്കിൾ is equal to എന്താണ് n പ്ലസ് 1 റൂട്ട് ഓഫ് n പ്ലസ് 1 മൈനസ് റൂട്ട് n മൈനസ് 1. ഓക്കെ, അപ്പോൾ ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. 10ാമത്താണെങ്കിൽ 10 പ്ലസ് 1 11, 10 മൈനസ് 1 9. അപ്പോൾ nth ട്രയാങ്കിൾ ആകുമ്പോൾ n പ്ലസ് 1 n മൈനസ് 1. അപ്പോൾ റൂട്ട് ഓഫ് n പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് n മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ 4th ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടാണ് അത് എക്സസൈസിൽ ബാക്കിയുള്ളത്. നോക്കുക, വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ് റൂട്ട് 2 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് റൂട്ട് 3 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ മച്ച് ലാർജർ ദാൻ ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ കാണാം. എന്നിട്ട് ഈ തന്നിരിക്കുന്ന രണ്ട് സൈഡ്സിൻ്റെയും മെഷേഴ്സിൻ്റെ സമ്മും ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കാണാം. അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. സി, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. ഒന്ന് റൂട്ട് 2 ആണ്, മറ്റേത് റൂട്ട് 3 ആണ്. Then we want to find out hypotenuse first. അപ്പോൾ ഇത്
എ ബി സി എന്ന ട്രയാങ്കിൾ ആണെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് എ സി. ഓക്കെ, അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതാണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു √3 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ. √3യുടെ സ്ക്വയർ 3 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ 3 + 2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. സോ എ സി ഈസ് ഈക്വൽ ടു √5. ഓക്കെ, √5. അപ്പോൾ എ സിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് വാട്ട് √5. ഇനി ഇതിനെ രണ്ടിൻ്റെയും കൂടെ സമ്മ് ഇതിനേക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഹൗ മച്ച് ലാർജർ ദാൻ ദ ഹൈപ്പോട്ട്ന്യൂസ് ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെയും സമ്മ് ഹൈപ്പോട്ട്ന്യൂസിനേക്കാൾ എത്ര വലുതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് കാണുക, ആ സമ്മിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലുതാണെന്ന് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മും ഇതിൻ്റെ മെഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ the sum of perpendicular sidesൻ്റെ സമ്മും അതേപോലെ തന്നെ ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള ഹൈപ്പോട്ട്ന്യൂസിൻ്റെ മെഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, ബിറ്റ്വീൻ ദ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ, hypotenuse means measure of the hypotenuse എന്നാണ് ഉദ്ദേശിക്കുന്നത്. and that is equal to √3 plus √2 minus √5. ഓക്കെ, അപ്പോൾ √5ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഈ ബ്രാക്കറ്റ് ഇട്ടതെന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ടിൻ്റെയും സമ്മിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പോലും ഇത് ശരിയാണ്. √3 plus √2 minus √5 എന്ന് എഴുതിയാലും കറക്റ്റാണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അത്രയും കൂടുതലാണ് ഈ സമ്മ് എന്ന് മനസ്സിലാവും. ഓക്കെ, വേണമെങ്കിൽ എത്രയും കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, √3 plus √2ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. √5ൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ആദ്യം കിട്ടിയ സമ്മിൽ നിന്ന് √5ൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദി ഡിഫറൻസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ചെയ്യാം. സോ ആ എക്സസൈസിലുള്ള പേജ് 52 എക്സസൈസിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.